ഹലോ ഓൾ, ദിവ്യസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 5 സ്കിൻ കെയർ മിസ്റ്റേക്സ് ഐ ഹാവ് ഡൺ ഇൻ ദ പാസ്റ്റ് ആണ്. അതായത് പണ്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സ്കിൻ കെയർ മിസ്റ്റേക്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആവുമായിരിക്കും. നിങ്ങൾ ഇത് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൈ കിട്ടുന്ന എല്ലാ സോപ്പുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒക്കെ ഒരു വിചാരം എന്ന് പറയുന്നത്, നന്നായിട്ട് പതയുന്ന സോപ്പാണ് ഏറ്റവും നല്ല സോപ്പ് എന്നായിരുന്നു. അപ്പം ഒന്നാമത്തെ കാര്യം, എൻ്റെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഈ സോപ്പിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും നോക്കാതെ കിട്ടുന്ന സോപ്പെല്ലാം പതപ്പിച്ച് തേച്ച് സ്കിന്ന് പിന്നെയും കൂടുതൽ ഡ്രൈ ആവുമായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. രണ്ടാമത്തെന്ന് പറയുന്നത്, നോ സൺസ്ക്രീൻ. അതായത് എവിടെ പോയാലും ഉള്ള വെയിൽ മുഴുവൻ കൊണ്ട് നടക്കുക. അതായത് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാന്നുള്ളൊരു ഐഡിയ പോലും അന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിലൊക്കെ കൊണ്ട് കുട പോലും പിടിക്കാതെ എല്ലായിടത്തും നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റെത്. അടുത്തെന്ന് പറയുന്നത്, ചീപ്പായിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതായത് പൈസ ലാഭിക്കാനായിട്ട് വളരെ ചീപ്പായിട്ട് നമ്മുടെ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കുക, അത് സ്കിന്നിൽ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ സ്കിന്നിന് ഏതാണോ സൂട്ട് ആവുന്നത് അത് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക, അത് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയും അന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ സ്കിന്ന് വളരെ ഡ്രൈ ആവും. ഒന്നാമത് ഡ്രൈ സ്കിന്നാണ്, അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ആക്നെ ആയിട്ടും പിഗ്മെന്റേഷൻ ആയിട്ടും എല്ലാം വന്നിരുന്നു അന്നത്തെ സമയത്ത്. അടുത്തെന്ന് പറയുന്നത്, എവിടെയും പോയി വന്നു കഴിഞ്ഞാൽ ആ മേക്കപ്പ് ഇട്ട് അതേപോലെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം മടിയാണ്. ഒരുപാട് കണ്ട പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കണ്ണെഴുതി മുഖത്തൊക്കെ വാരി തേച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ആ വെയിലും കൊണ്ട് അത് വേർപ്പും എല്ലാമായിട്ട് അതേപോലെ ആ രാത്രി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെയാണ് കുളിക്കുമ്പോഴാണ്, അതും സോപ്പ് ഇട്ടിട്ടൊക്കെയാണ് മുഖമൊക്കെ തേച്ചൊരച്ച് കഴുകിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇന്നാണെങ്കിൽ ഫേസ് വാഷ് ഉണ്ട്, ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അറിയാനായിട്ട്. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അടുത്തെന്ന് പറയുന്നത്, നോ വാട്ടർ നോ മോയ്സ്ചറൈസർ. പ്രത്യേകിച്ച് എന്താ പറയുക, വെള്ളം കുടിക്കുക. അപ്പം ധാരാളം, ഇപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർ പ്രത്യേകിച്ച് ധാരാളം വെള്ളം കുടിക്കണം. നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചർ ഉണ്ടാവണം. അതുപോലെ മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും അന്നില്ലായിരുന്നു. അന്ന് വെള്ളവും കുടിക്കില്ല, കുളി കഴിഞ്ഞാലോ ഒന്നും തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യില്ല. എങ്ങനെയാണോ അതുപോലെ അങ്ങ് നടക്കുകയായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടായ ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതും എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക. താങ്ക്